നബിദിനം പ്രമാണിച്ച് മഹല്ലിലെ എല്ലാ വീടുകൾക്കും നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ മഹല്ലിൽ ബിരിയാണി ആയിട്ടൊന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ റാലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 9 മണിയായി. 9 മണിയായി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ദമ്മും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ദമ്മ് പൊട്ടിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫുഡ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ചില്ലീസ് നാസറാക്കയാണ്. ചില്ലീസ് ഇവൻസിൻ്റെ ഓണറായ നാസറാക്കൻ്റെ പരിപാടിയാണ്. അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഏകദേശം എല്ലാ നമ്മൾ പരിപാടികളും നാസറക്ക് തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ട് വേറെ പരിപാടിയിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് ആളുകളെ വിളിക്കേണ്ട ആവശ്യങ്ങൾ നമുക്ക് വരലില്ല. അതുപോലെ തന്നെയാണ് അവരുടെ എല്ലാ പരിപാടികളും. നല്ല ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അവർ നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയാൻ വേണ്ടി വന്നതല്ല. ഏകദേശം 450 വീടുകളുണ്ട് കേട്ടോ ഞങ്ങളെ മഹല്ലിൽ. ഞങ്ങളെല്ലാ പ്രാവശ്യവും ഞങ്ങൾ പാക്കറ്റാക്കി ഫുഡ് കൊടുക്കലാണ്. ഇപ്പോൾ നമ്മളിത് ടേസ്റ്റ് നോക്കുന്നത് ഞാനാണ്. കാരണം നമുക്ക് ഗണപതിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതുപോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം. നബിദിനത്തിൽ പറയാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചെടുക്കണില്ല. അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. 2K കിഡ്സ് വന്നാലുള്ളൂ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. 90 കിഡ്സ് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ കാര്യത്തിനും സഹായിക്കും. എന്തായാലും ബിരിയാണി മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് 2K കിഡ്സ് എത്തുമെന്ന് വിചാരിക്കണം. അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാവും. കാരണം ഒരുപാട് ചെക്കന്മാരും പിന്നെ നമ്മളും എല്ലാവരും പാടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 12 മണിയുടെ മുമ്പ് എല്ലാവരും വീട്ടുകളിലും നമുക്ക് ഭക്ഷണം എത്തിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാവരും പാടെ ഏകദേശം എന്തൊക്കെയാണ് എന്നുള്ളൊരു പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പാടെ ഒന്ന് കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്നാവും. എന്തായാലും മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചെക്കന്മാരുണ്ട്, അതുപോലെ ഞങ്ങളെ സെക്രട്ടറി, ട്രഷറ്, അതുപോലെ നാസറാക്ക, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നിന്നാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷെ തോന്നിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ കാലുകൊണ്ട് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സ്ട്രെയിനും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും സഹകരിച്ചാൽ തന്നെ ഉള്ളൂ ഏകദേശം നമ്മൾ പറഞ്ഞ ടൈമിന് നമുക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഈ പണിയെടുത്ത ആളുകൾക്കൊക്കെ ജുമ നഷ്ടപ്പെടും. അതിൻ്റെ ഒരു തിരക്കൂട്ടുകളിൽ എല്ലാവരും ഉണ്ട്. ഫൈസലും മാമയും സത്യം പറയാലോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എന്നാ ഒരു പണി എടുക്കൂല. മാമെന്ന് ഒരു പണിയെടുത്ത ചരിത്രമല്ല. പിന്നെ സെമി എപ്പോഴെങ്കിലുമൊക്കെ വരുന്നു. ആ തുണി എടുത്ത് തന്നെ ഓന് വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് വിചാരിച്ചാൽ മാമ കണ്ടില്ല നിങ്ങൾ വെറുതെ ബിരിയാണി ഇളക്കുക എന്നല്ലാതെ ഒരു പണിയും ചെയ്യൂല. നാസറാക്ക സാധനങ്ങൾ കൊടുന്നു കറക്റ്റായിട്ട് അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഏകദേശം നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുള്ള് പരിപാടിയും തീരുമെന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കണം. അതിൻ്റെ ഇടയിൽ കണ്ടോ നിസാമ കുട്ടിക്ക് അടുത്ത തലമുറയാണ്. ഇനി ഇവരൊക്കെ വേണം നമ്മളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്താൻ. അപ്പോൾ കുട്ടീനെ ഓന് കൊടുന്ന കാരണം കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് പണിയെടുക്കണ്ട, ഓൻ ഭയങ്കര വളവനാ, അത് വേറെ വർത്താനം. എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കന്മാരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ ഭയങ്കര സ്പീഡായിരിക്കും. ഫുഡ് പാക്കിങ്ങും അതുപോലെ തന്നെ അടിപൊളിയല്ലേ അടിപൊളി. ശരി കഴിഞ്ഞു വണ്ടികൾക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു സ്ഥലത്തേക്കുള്ള ഭക്ഷണം ആയിട്ടുണ്ട്. ആ സ്ഥലത്തിലോട്ട് കൊണ്ടുപോയി കൊടുക്കുക. പിന്നെ അടുത്ത വണ്ടിയിലായിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും ആർക്കും തന്നെ കിട്ടാതിരിക്കലോ അതുപോലെ കമ്മിയാകലൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ പള്ളിയിലുള്ള മഹല്ല് കമ്മിറ്റിക്കാർ അത് ലെവലാക്കി കൊടുക്കലുണ്ട്. അത്യാവശ്യത്തിന് എല്ലാ വീടുകളിലും നല്ല രീതിയിൽ എല്ലാ പരിപാടിയും നമ്മളങ്ങനെ തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമായാലും എന്ത് കാര്യമായാലും നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയും അതുപോലെ ആ ക്വാളിറ്റി നമ്മൾ നിലനിർത്തും. അതുപോലെ തന്നെയാണ് നമ്മളെ മഹല്ല് കമ്മിറ്റിക്കാർ കേട്ടോ. സംഭവം അടിപൊളി. അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്നെ ലൈക്ക് അടിച്ചാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,